നമസ്കാരം. M4 വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം കാളികാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തിത്തുറന്ന് പണവും സ്വർണ്ണാഭരണവും കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിലായി. ഇക്കഴിഞ്ഞ ജൂലൈ 12 പുലർച്ചെ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലം സലഫി മസ്ജിദിലാണ് മോഷണം നടന്നത്. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 80,000-ഓളം വരുന്ന രൂപയും വിശ്വാസികൾ സംഭാവനയായി നൽകിയ 1.5 പവൻ സ്വർണ്ണാഭരണവുമാണ് പ്രതി മോഷ്ടിച്ചത്. ഇതേ തുടർന്ന് കാളികാവ് പോലീസ് കേസെടുക്കുകയും കാളികാവ് SHO ശ്രീ വി അനീസാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്യുകയും സ്ഥലത്ത് വന്നുപോയിരുന്ന അപരിചിതരെക്കുറിച്ചും തൊടികപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ വിശ്വനാഥ് IPS നിർദ്ദേശിച്ചതിനെ തുടർന്ന് നിലമ്പൂർ DYSP സാജു K അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തുടർന്ന് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയതിനാലാണ് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ നവാസ് പിടിയിലായത്. കൊല്ലം ചിതറ സ്വദേശിയായ നവാസ് ചെറുപ്പത്തിലെ നാടുവിടുകയും കണ്ണൂരിലെ മട്ടന്നൂർ എത്തി അവിടെ നിന്നും വിവാഹം കഴിക്കുകയും അതിൽ 2 കുട്ടികൾ ആയ ശേഷം ആദ്യ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ഉപേക്ഷിച്ച ശേഷം മലപ്പുറം ജില്ലയിലെ മമ്പാട്, ഒടായിക്കൽ, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രതി വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം മലപ്പുറം ജില്ലയിലെ കാളികാവ് പള്ളിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വിവാഹം കഴിച്ച് തൊടികപ്പുലം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. എടത്തനാട്ടുകരയിലെ ഭാര്യയുടെ വീട്ടുപേരായ കൊളത്തോടൻ എന്ന വീട്ടുപേരിൽ ആധാർ കാർഡ് എടുക്കുകയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഡൈവോഴ്സ് ആയ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരിൽ നിന്ന് ലഭിക്കുന്ന സ്വർണ്ണാഭരണവും പണവും ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുകയായിരുന്നു പ്രതിയുടെ രീതി. ഒരു ഭാര്യയുടെ കൂടെ 6 മാസം മാത്രമാണ് പ്രതി കുടുംബജീവിതം നയിച്ചിരുന്നത്. തുടർന്ന് പുതിയ മേച്ചിൽപ്പുറം തേടുന്നതാണ് പ്രതിയുടെ രീതി. കളവ് നടത്തിയ ശേഷം പ്രതി വെളുപ്പിന് 5:20 ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പുറപ്പെടുകയും അവിടെ നിന്നും കാസർഗോഡ് കൊട്ടാച്ചേരി, ഹോസ്ദുർഗ്, ബാംഗ്ലൂർ, ബിതടി, രാമനഗര എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം, കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കളവ് നടത്തിയതിനു ശേഷം പ്രതി സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാറില്ലായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവെ ഹോസ്ദുർഗ് പോലീസിൻ്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു. പ്രതിയെ പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ പള്ളി പൊളിക്കാൻ ഒളിപ്പിച്ചിരുന്ന ആയുധം പോലീസ് കണ്ടെടുത്തു. പ്രതിക്ക് സമാനമായ കേസുകൾ മറ്റു പലതും ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. അന്വേഷണ സംഘത്തിൽ കാളികാവ് SHO വി അനീസ്, സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജു K ജയേഷ്, M ഷമീർ, KM മൻസൂർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ വിനു T, മഹേഷ് MK എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് N4 വിഷൻ, കാളികാവ്.